ഹലോ, ഇന്നിവിടെ വന്നിട്ടുള്ളത് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് സി പി ഫിറ്റിങ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് സി പി ഫിറ്റിങ്സ് എടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഈ വാങ്ങുന്ന സാധനത്തിൻ്റെ ഒക്കെ വാറണ്ടി പേപ്പർ നമ്മൾ ഫയൽ ചെയ്ത് വെക്കണം. ഇന്ന് പല ടെക്നോളജി ഉണ്ട്. നമ്മൾ മൊബൈലിലൊന്ന് ഫോട്ടോ എടുത്ത് അത് ഡോക്യുമെൻ്റ് ആക്കി എടുത്ത് വെക്കുകയെ അല്ലെങ്കിൽ ഒരു ഫയലാക്കി വെക്കുകയെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് അത് ഫയലായി സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ വാറണ്ടി സർവീസിൻ്റെ സമയം വരുമ്പോൾ ഈ പേപ്പർ ബില്ല് അവർ ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് ചില കമ്പനിയിലൊക്കെ ആ കമ്പനി ഇൻവോയ്സ് തന്നെ ആയിരിക്കും വാറണ്ടി പേപ്പർ. അത് അവരെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ അബദ്ധം വരാതിരിക്കാൻ 8-10 കൊല്ലാണ് ഗ്യാരണ്ടി വാറണ്ടി ഉള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്, അത് ഫയലിലുണ്ടെങ്കിൽ മാത്രമേ, ഇന്നത്തെ കാലത്ത് മൊബൈലിലൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന സംഭവമാണ്, ഡോക്യുമെൻ്റ് ആക്കി എടുത്ത് വെക്കാൻ പറ്റും, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവീസ് കിട്ടുള്ളൂ. ഏറ്റവും വലിയ ശ്രദ്ധിക്കുക. രണ്ടാമത്, നമ്മൾ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ CP ടാപ്പുകൾ, ഷവറുകൾ എല്ലാം നല്ല ഗ്ലേസിങ്, കാണാൻ നല്ല മനോഹരമായിട്ടുള്ള സാധനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവുക. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ അട്രാക്ഷൻ കണ്ടിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക. അത് പോയി നമ്മുടെ നാട്ടിൽ പോയിട്ട് പ്ലംബേഴ്സ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, സാധാരണ പ്ലംബേഴ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം പെയിൻ്റടിക്കാർ വരും, കുട്ടിപ്പണിക്കാർ വരും, ടൈൽസ് പണിക്കാർ വരും, ഇങ്ങനത്തെ പല പണിക്കാരും വരും. ഇവരൊക്കെ അവരെ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റുകൾ നമ്മുടെ ഈ ടാപ്പുകളും മറ്റും പറ്റി പിടിക്കുകയും വീട് പാലുകാച്ചലിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യലാണ് പതിവായിട്ട് സംഭവിക്കല്. കറക്റ്റ് പറയുകയാണെങ്കിൽ അതിമായിട്ടുള്ള പൊടികളും സിമെൻറ്റിൻ്റെ പാടുകളൊക്കെ പിന്നെ നമ്മൾ കളയുമ്പോൾ അപ്പോൾ ഒന്ന് പോകുമെങ്കിലും അതിൻ്റെ ഷൈനിങ്ങിന് വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കവറിൽ നിന്നാണ് ടാപ്പൊക്കെ എടുക്കുക, ഒരു ബോക്സ് എടുത്ത് അതിലൊരു മനോഹരമായ കവറിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും എല്ലാ കമ്പനിയുടെ ടാപ്പ് ഉണ്ടാവുക. ഈ ടാപ്പ് എടുത്ത് ഫിക്സ് ചെയ്ത് പ്ലംബർ എല്ലാ പണിയും കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളെ കയ്യിലുള്ള ഈ എടുത്ത കവർ അതിന്മേൽ കവർ ചെയ്ത് കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടിപ്പണിയോ മറ്റുള്ള എല്ലാ വർക്ക് കഴിഞ്ഞാലും നമ്മളെ ഫിനിഷിങ് കഴിഞ്ഞാൽ ഈ കവർ ഊരി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ വാങ്ങിയത് അതേ ഷൈനിങ്ങിൽ സാധനം നിലനിൽക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ സാധനത്തിൽ കൂടുതൽ ലൈഫ് കിട്ടും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, ഈ പ്ലംബിങ്ങിൻ്റെ വയറിങ്ങിൻ്റെ ഒക്കെ പണി നടക്കുന്ന സമയത്ത് പൈപ്പുകളൊക്കെ ഇങ്ങനെ നമ്മൾ ആക്സോ ബ്ലേഡായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഉള്ളതിൻ്റെ പൊടികളൊക്കെ അതിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതെല്ലാം നമ്മളെ ടെസ്റ്റിനായിട്ട് നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ എല്ലാ പൈപ്പിലൂടെ ഫ്രീ ആയിട്ട് വെള്ളം കുറേ ഒഴുക്കി കളയണം, ടാപ്പൊക്കെ വെക്കുന്നതിന് മുന്നേ. കാരണം ഈ ടാപ്പെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പൊടികൾ, ചെറിയ ചെറിയ പൊടികളൊക്കെ ഇതിൻ്റെ കാറ്റഗറിയിൽ പോയി കുടുങ്ങിയിട്ട് ലാസ്റ്റ് വെള്ളം വരുന്നത് തന്നെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ആ കമ്പനി എത്ര കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥാപനത്തിനെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഒഴുക്കി ഈ വേസ്റ്റുകളൊക്കെ കളയണം. രണ്ടാമത്, മിനിമം ഒരു 10 അടിയെങ്കിലും ഹൈറ്റ്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് 10 അടിയെങ്കിലും ഹൈറ്റിലായിരിക്കണം നമ്മൾ ടാങ്ക് വെക്കേണ്ടത്. കാരണം അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് മൂലമാണ് നമ്മൾ ഓരോ റൂമിലെ വാഷ് ബേസിലും അല്ലെങ്കിൽ ക്ലോസറ്റിലെ ഫ്ലഷ് വരെ വർക്ക് ചെയ്യുന്നതിന് അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. എല്ലാ വീട്ടിലും പ്രഷർ പമ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ ടാങ്ക് സാധാരണ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഒരു 10 അടി മിനിമം നമുക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേ ഫോഴ്സിൽ നമുക്ക് ഷവറിലൊക്കെ വെള്ളം കിട്ടുള്ളൂ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്പീഡിൽ കിട്ടണമെങ്കിൽ, അതേ ഫ്ലോയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഹൈറ്റിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മൾ ഇതിൽ തന്നെ പല കമ്പനികൾ വില കുറച്ച സാധനം വിൽക്കുന്നുണ്ട്. ആ വില കുറച്ച കമ്പനികളല്ലാത്ത, ബ്രാൻഡ് അല്ലാത്ത സാധനം കമ്പനിക്കാർ വില കുറയാൻ കാരണം ഒന്നെന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ബ്രാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഒന്ന് വെർജിൻ ബ്രാസും ഒന്ന് റീസൈക്കിൾ ബ്രാസും. റീസൈക്കിൾ ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ക്രാപ്പിൽ നിന്ന് കിട്ടുന്ന ഈ മറ്റേ ബ്രാസ് അവർ കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് റീസൈക്കിൾ ബ്രാസ്. വലിയ വലിയ കമ്പനികളൊക്കെ വെർജിൻ ബ്രാസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഷൈനിങ്ങിനും ആ ഫിനിഷിങ്ങിനും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടാവും. സാധാരണ ചില ആളുകൾ വൈറ്റ് മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ വൈറ്റ് മെറ്റലൊക്കെ പ്രത്യേകത, അതിലൊക്കെ ബബിൾസ് കുടുങ്ങിക്കഴിഞ്ഞാൽ കാലം കുറേ കഴിയുമ്പോൾ അത് അടർന്നു പോരും. അതുപോലെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ചിലതൊക്കെ ഈ ലെഡൊക്കെ, അതുപോലെ അതിൻ്റെ ഹെഡൊക്കെ പിന്നെ വൈറ്റ് മെറ്റൽ ചെയ്യുമ്പോൾ വില കുറയും, കനം കുറയും. അപ്പോൾ ഒരുപാട് പൈസ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, റേറ്റ് കുറക്കുന്ന ഭാഗമായിട്ട് കമ്പനികൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അതുപോലെ ഷോ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടേപ്പും ചുമരും പാടുള്ള ഗ്യാപ്പിൽ വെക്കുന്ന സാധനം, അതൊന്നും ശരി കോപ്പർ ആയിരിക്കില്ല. അതൊക്കെ സ്റ്റീലിൻ്റെ തൂക്കും കമ്പനിക്കാർ വില കുറക്കുന്നതിൻ്റെ ബഡ്ജറ്റ് ചുരുക്കുന്നതിന് ഭാഗമായിട്ട്. അപ്പോൾ നല്ല ബ്രാൻഡുകളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നല്ല ബ്രാൻഡുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വെർജിൻ ബ്രാസ് ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിക്കുക. ഏതൊക്കെ ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നല്ല നല്ല ബ്രാൻഡുകൾ നിങ്ങൾ എഞ്ചിനീയേഴ്സിനോടും ഷോറൂമിലെ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 1000 രൂപ കൂടിക്കഴിഞ്ഞാലും ഈ കൺസീൽഡ് ആയിട്ട് പോകുന്ന
ഡൈവേറ്റർ, അതുപോലെ ഷവർ മിക്സർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോകുന്നതാണ് കൺസീൽഡ് ആയിട്ടുള്ള ഡൈവേറ്ററൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മളെ വീട് വർക്ക് കഴിഞ്ഞാലും നമ്മളുടെ മെറ്റീരിയൽസ്, നമ്മളെ സ്പെയർ പാർട്സുകൾ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ആ ക്ലാസ്സിലേക്കൊന്ന് കിടക്കാം, ആ ക്ലാസ്സല്ല, ആ വിവരണത്തിലേക്കൊന്ന് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. വീട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഇഷ്ടപ്പെട്ടാലും അതിൽ പോരായ്മകളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ തിരുത്തുന്നതാണ്. താങ്ക് യു. നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാത്റൂമിലെ ടൈല് ചെയ്യുന്നതിന് മുമ്പ് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ്, 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഓൾറെഡി കൺസീൽഡ് ടാങ്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബാത്റൂം ടൈലുകൾ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് മുമ്പേ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാ വീടുകളും, പുതിയ വീടുകൾ, ഒരു 4 ബാത്റൂംസൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ 2 ബാത്റൂം മിക്കവാറും ഹീറ്റർ വെക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. മിക്കവാറും എല്ലാ വീടുകളും ഹീറ്റർ വെക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഹീറ്റർ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ വാട്ടർ ഹീറ്ററുകളും കാര്യങ്ങളും സോളാർ ഹീറ്ററുകളും കാര്യങ്ങളൊക്കെ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പ്ലംബിംഗ് സ്റ്റേജിൽ നമ്മൾ അതിനുള്ള ആക്സറീസോ അല്ലെങ്കിൽ അതിനുള്ള സെറ്റിങ്സോ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹീറ്റർ വെച്ചിട്ടാണ് വെള്ളം എടുക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്, വാൾ മിക്സറുകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡൈവേർട്ടറുകൾ ചെയ്യാറുണ്ട്. അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ എന്ന് പറയാൻ കഴിയില്ല, അതൊരു പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. നമ്മൾ 2 സാധാ ടാപ്പുകൾ മാത്രം ചുടുവെള്ളത്തിനും അതേപോലെ പച്ചവെള്ളത്തിനും വേണ്ടി 2 ടാപ്പുകൾ അടുത്തടുത്ത് സ്ഥാപിക്കാറുണ്ട്. അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്, അതൊരു ടെക്നോളജി നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന 1-2 മോഡൽസാണ് ഡൈവേർട്ടറുകളും അതേപോലെ വാൾ മിക്സറുകളും. ഇപ്പോൾ നമ്മൾ ഈ 2 ടാപ്പുകൾ അടുത്തടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും നമുക്ക് ഷവറിലേക്ക് ചൂടുവെള്ളം എടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. ഷവറിലേക്ക് ഹോട്ട് വാട്ടർ എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമല്ല. 2 ടാപ്പുകൾ അടുത്തടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കപ്പ് കൊണ്ടെടുത്ത് കുളിക്കേണ്ട ഒരു സാഹചര്യം വരും. നമ്മൾ ഏകദേശം ഒരേ കോസ്റ്റ് ചിലവാക്കിയിട്ട് ആണ് നമ്മൾ ഹീറ്ററും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷവറിലേക്ക് വെള്ളം മിക്സ് ചെയ്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഒന്നുകിൽ വാൾ മിക്സർ അല്ലാന്നുണ്ടെങ്കിൽ ഡൈവേർട്ടർ. ഇത് വാൾ മിക്സറാണ്. ഇതിൽ നമുക്ക് വരുന്നത് 2 ലിവേഴ്സും അതേപോലെ ഒരു ഡൈവേർട്ടർ നോബുമാണ് വരുന്നത്. 2 ലിവർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോട്ട് വാട്ടർ എടുക്കാനും ഒന്ന് കോൾഡ് വാട്ടർ എടുക്കാനും വേണ്ടി 2 ലിവർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷവറിലേക്ക് മാറ്റാൻ അതുപോലെ തന്നെ അതിൻ്റെ സ്പൗട്ടിലേക്ക് താഴെ ഇൻബിൽട്ടായിട്ട് വരുന്നൊരു സ്പൗട്ട് ഉണ്ടാവും വാൾ മിക്സറിൻ്റെ കൂടെ, അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 2 നോബുകളും ഒരു നോബ് നമുക്ക് വരുന്നുണ്ട്, ഡൈവേർട്ടർ നോബും വരുന്നുണ്ട്. അപ്പോൾ അതാണ് വാൾ മിക്സറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഈ ലിവറുകളും ഹെഡുകളൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിസൈനുകളും വെറൈറ്റി മോഡൽസും വരുന്നുണ്ട്. അപ്പോൾ വാൾ മിക്സർ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതാണ് ഒരു വാൾ മിക്സറിൻ്റെ ഫോർമാറ്റ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഡൈവേർട്ടർ പോയിന്റുകളും അതേപോലെ ലിവേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താ വരുന്നത് വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് ഹെവിയാണ്, കാണാൻ തന്നെ നമുക്ക് ഒരുപാട് ഹെവിയാണ്. ഒരുപാട് ലിവറും ഒരുപാട് ബൾജ് നിൽക്കുന്ന ഒരുപാട് മോഡലും. ചെറിയൊരു ബാത്റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്യൂട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈവേർട്ടറിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ലിവറും ഒരുപാട് ആക്സസറീസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഈ വാൾ മിക്സർ വരുന്നത്. ഒരു മിനിറ്റ് നമ്മളെ വാൾ മിക്സറും നിങ്ങൾ പറഞ്ഞ ഡൈവേർട്ടറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താ?
വാൾ മിക്സറും ഡൈവേർട്ടറും തമ്മിൽ വ്യത്യാസം, വാൾ മിക്സർ ഒരു പഴയ ടെക്നോളജി അല്ലെങ്കിൽ പഴയ ഒരു സിസ്റ്റമാണെന്ന് പറയാം. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വേർഷനാണ് ഡൈവേർട്ടറിൽ വരുന്നത്. ഡൈവേർട്ടർ മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ഒതുങ്ങി ഒരു ചെറിയ രൂപത്തിലേക്ക് വന്നു. അത് മാത്രമല്ല അതിൽ കൺസീൽഡ് ആയിട്ടാണ് ബാക്കിയുള്ള മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കൺസീൽഡ് ആയിട്ടാണ് വരുന്നത്. ഇതിന് കൺസീൽഡ് പാർട്ടുകളില്ല, ഇതിന് ഫുള്ള് ഔട്ടർ പാർട്ടുകളാണ് വരുന്നത്. എല്ലാ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചാണ് നടക്കുന്നത്. മറ്റേത് കൺസീൽഡ് ആയിട്ട് ചുമരിൻ്റെ ഉള്ളിൽ ഒരു ഭാഗം കൺസീൽഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പുറത്തേക്കൊന്നും കാണുന്നില്ല, പുറത്തേക്ക് ഒന്നും കൂടി ക്യൂട്ടാണ്, ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ്, കാണാനൊരു വൃത്തി ഉണ്ടാവും. ഇതുപോലെ ബൾജ് ചെയ്ത് ഒരുപാട് തള്ളി നിൽക്കുന്ന മോഡലോ അല്ലെങ്കിൽ ഒരുപാട് ലിവറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഒന്നുകൂടി ഒതുങ്ങി നിൽക്കുന്ന ഒരു മോഡലാണ് ഡൈവേർട്ടറിൽ വരിക. നമുക്ക് ഡൈവേർട്ടർ കാണിക്കാം. ഇതാണ് ഡൈവേർട്ടറിൻ്റെ ഒരു സെറ്റിങ്സ്. ഈ ഡൈവേർട്ടറിൽ വരുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു സിമ്പിളായിട്ട് ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലിവറും അതേപോലെ ഒരു നോബും മാത്രമാണ്. അതിന് കൂടെ സ്പൗട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഒറ്റ ലിവറാണ് വരുന്നത്. ഇതിൻ്റെ ആക്ഷൻസ് വരുന്നത് ജസ്റ്റ് മുകളിലേക്ക് ഹോൾഡ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടും കോൾഡും കൂടി ആയിട്ടുള്ള മിക്സ്ഡ് വാട്ടർ നമുക്ക് താഴെ സ്പൗട്ടിലൂടെ കിട്ടും. അതേപോലെ ഈ ഡൈവേർട്ടർ നോബുണ്ട്, ഇതൊന്ന് നെക്കി കൊടുത്തു കഴിഞ്ഞാൽ, വലിച്ചു കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നെക്കി കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഹെഡ് ഷവറിലൂടെ ഹോട്ടും കോൾഡും ആയിട്ടുള്ള വെള്ളം മിക്സ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഹോട്ടും കോൾഡും നമുക്ക് ഈ ഒരു ലിവറിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹോട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഹോട്ടിലേക്ക് തിരിക്കുക, കോൾഡ് വേണമെന്നുണ്ടെങ്കിൽ കോൾഡിലേക്ക് തിരിക്കുക. അങ്ങനെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഒറ്റ ലിവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡൈവേർട്ടറിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് വാൾ മിക്സറിൽ വരുന്നത്. പക്ഷേ വാൾ മിക്സറിനെ അപേക്ഷിച്ച് ഇതൊന്നും കൂടി ഒതുങ്ങി നിൽക്കുന്ന രൂപമാണ്. മാത്രമല്ല ഒന്നും കൂടി ക്യൂട്ടാണ്. വീടുകൾക്കൊക്കെ ഇതിന് ഒരു ഔട്ടർ പ്ലേറ്റ് മാത്രമാണ് ഈ കാണുന്നത്. ഇതിന്റെ മെജോറിറ്റി, അതായത് ഇതിന്റെ ഏറ്റവും വലിയ പാർട്ട് തന്നെ കൺസീൽഡ് പാർട്ടാണ്. അത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് മുന്നിലേ തീരുമാനിക്കണം. ഡൈവേർട്ടറുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസീൽഡ് ആയിട്ട് നമ്മുടെ പ്ലംബിംഗ് സ്റ്റേജിൽ, അതായത് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പുള്ള പ്ലംബിംഗ് സ്റ്റേജിൽ എന്ത് ചെയ്യണം, അതിൻ്റെ തീരുമാനം നമ്മൾ എടുക്കണം. ഡൈവേർട്ടറിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സ്പൗട്ടാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ വാൾ മിക്സറിനെ അപേക്ഷിച്ച് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സ്പൗട്ട് നമുക്ക് ഏത് സൈഡിലും വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചും കൂടി താത്തി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പൗട്ട് കുറച്ചും കൂടി താഴെ വെക്കാം, കുറച്ചും കൂടി മുകളിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വെക്കാം. മറ്റേ വാൾ മിക്സറിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ മറ്റേത് വരുന്നത്, അതിൻ്റെ സ്പൗട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങോട്ടും താത്തും മേലക്കൊക്കെ മാറ്റി വെക്കാം, സ്പൗട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊരു വലിയൊരു മേന്മയാണ് ഇതിൻ്റെ, ഈ സാധനത്തിൻ്റെ ഡൈവേർട്ടറിൻ്റെ ഒരു വലിയൊരു മേന്മയാണ്. കാരണം ഇത് നമുക്ക് എത്രയും താത്തും വെക്കാം, വേണമെങ്കിൽ എത്രയും പൊക്കിയിട്ടും വെക്കാം, നമ്മൾ അളവിനനുസരിച്ച് നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് എങ്ങോട്ടും മാറ്റിയും വെക്കാം. ഈ ഒരു ഡൈവേർട്ടറിൻ്റെ സ്പൗട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്നർ പാർട്ട് നമ്മൾ പറഞ്ഞു, ഇന്നർ പാർട്ട് ബ്രാസിലാണ് മേക്ക് ചെയ്യുന്നത്, പിക്സലൈലാണ് മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ട് വാട്ടർ എടുക്കുമ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല.
ഡൈവേർട്ടറുകളുടെ സ്പൗട്ടുകളാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷണലായിട്ടുള്ള സ്പൗട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ സ്പൗട്ടുകളിൽ തന്നെ നമുക്ക് ഇതിൽ ടിപ്ടോൺ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പൗട്ടുകളുണ്ട്. അതായത് ഒരു ആൾക്ക് ഇപ്പോൾ ഹെഡ് ഷവർ വേണം, അതേപോലെ സ്പൗട്ടിലേക്ക് ബക്കറ്റിലേക്ക് വെള്ളം എടുക്കാനുള്ളത് വേണം, കൂടാതെ അയാൾക്ക് ഒരു ഹാൻഡ് ഷവർ ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന സ്പൗട്ടിൽ വരുന്നത്. ഇതൊരു ടിപ്ടോൺ ആണ്, സ്പൗട്ടിൻ്റെ മുകളിൽ വരുന്ന ടിപ്ടോൺ ആണ്. ഇത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ നമ്മൾ ഇതിലേക്ക് ഡൈവേർട്ടായി മാറും, ഹാൻഡ് ഷവറിലേക്ക് ഡൈവേർട്ട് ആവും. അപ്പോൾ ആ ഒരു സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ടിപ്ടോൺ എന്നൊരു സ്പൗട്ടിൽ വരുന്നൊരു മോഡലാണ് ടിപ്ടോണിലുള്ള സ്പൗട്ടുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേപോലെ ഇപ്പോൾ വാൾ മിക്സർ ഏറ്റവും കുറഞ്ഞത് എത്ര വരുന്നത്? വാൾ മിക്സർ നമുക്ക് ഏകദേശം ഒരു 3000, 2900 ആ റേഞ്ചിൽ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനം വരുന്നത്. സെറ പോലുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബ്രാൻഡ് എടുക്കേണ്ടി വരുമല്ലോ, കാരണം ഏറ്റവും ബെറ്റർ ബ്രാൻഡിൽ എടുക്കുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഡൈവേർട്ടറുകളൊക്കെ പ്രത്യേകിച്ച് കാരണം ഇതിന് കൺസീൽഡ് പാർട്ടിനാണ് മെയിനായിട്ട് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ കൺസീൽഡ് പാർട്ടാണ് ഇതിൻ്റെ മെയിൻ കോർ ആയിട്ടുള്ള ഒരു ഡിവിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചുമരിൻ്റെ ഉള്ളിൽ പോകുന്നതാണ്. അപ്പോൾ അത് മേക്കിംഗ് പെർഫെക്ഷൻ ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് കമ്പനികൾ, സർവീസ് കിട്ടുന്ന കമ്പനികളുടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്ററാണ്. കാരണം ഇതിൽ നമുക്ക് സ്പിൻഡലുകളല്ല കൂടുതൽ വരുന്നത്. ഡൈവേർട്ടറുകളിലാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു മിക്സിങ് വരുന്നത് കാട്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിലൂടെയാണ്, സിസ്റ്റത്തിലൂടെ വരുന്നത്. സാധാരണ നമ്മളെ CP ക്രോം പ്ലേറ്റഡ് ആക്സറീസ് ആയിട്ടുള്ള ഡിക് കോക്ക് അല്ലെങ്കിൽ പില്ലർ കോക്ക് പോലെ സിംഗിളായിട്ട് വരുന്ന കോക്കിലൊക്കെ വരുന്നത് മറ്റേ സ്പിൻഡലുകളാണ്. ആ സ്പിൻഡലുകളല്ല ഇതിൽ വരുന്നത്, ഇതിൽ കാട്രിഡ്ജാണ് വരുന്നത്. അപ്പോൾ നല്ല കമ്പനികളിലൊക്കെ ആകുമ്പോൾ, ബ്രാൻഡഡ് കമ്പനികളൊക്കെ ആകുമ്പോൾ കാട്രിഡ്ജുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാട്രിഡ്ജുകളാകും അവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ മറ്റേ നല്ല നല്ല കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാട്രിഡ്ജുകൾ കെരോക്സ് പോലുള്ള കമ്പനികളുടെയൊക്കെ കാട്രിഡ്ജുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈവേർട്ടറുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ നല്ല ബ്രാൻഡിലേക്ക് എടുക്കുക എന്നുള്ളതാണ്, ബ്രാൻഡഡ് കമ്പനികളുടെ സാധനം എടുക്കുക എന്നുള്ളതാണ്. ഏകദേശം മാർക്കറ്റിൽ ഈ ഡൈവേർട്ടറുകളും നമുക്കൊരു 2000, 2500 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമ്മളിത് നല്ലൊരു ഡൈവേർട്ടർ നമുക്ക് റേറ്റ് വരിക ഒരു 3500, 3700 ബ്രാൻഡഡ് കമ്പനികളുടെ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം വാറണ്ടി ഉള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഡൈവേർട്ടറുകൾ നമുക്ക് അവൈലബിൾ ആണ്. വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. വാൾ മിക്സറുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000 മുതൽ തന്നെ നമുക്ക് വാൾ മിക്സറുകൾ വരുന്നുണ്ട്. വാൾ മിക്സറുകൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. അതാ ഡൈവേർട്ടർ മറ്റേ വാൾ മിക്സറാണ്ട് ഊരിയിട്ട് അടുത്ത മോഡൽ വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഡൈവേർട്ടുകൾ വെക്കുമ്പോൾ അത് നല്ല ബ്രാൻഡ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീൽഡ് മറ്റൊന്നിനും സൂട്ട് ആവില്ല. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഇതിപ്പോൾ കജാരിയാണ് കമ്പനിയുടെ ആണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഡൈവേർട്ടറിൻ്റെ ഇന്നർ പാർട്ടിന് സൂട്ട് ആവുക അവരുടെ ഔട്ടർ പാർട്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ സെറൻ്റെ ഇന്നർ പാർട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെറൻ്റെ ഔട്ടർ പാർട്ട് സൂട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ കജാരിൻ്റെ വെക്കുകയാണെങ്കിൽ കജാരിൻ്റെ കെറോയിറ്റിൻ്റെ സൂട്ട് ആവുള്ളൂ, പാരിവർ വെക്കുകയാണെങ്കിൽ പാരിവറിൻ്റെ സൂട്ട് ആവുള്ളൂ, ജാഗർ വെക്കുകയാണെങ്കിൽ ജാഗറിന് സൂട്ട് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ബ്രാൻഡുകളുടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാർക്കറ്റിൽ പുറത്താണെങ്കിൽ കൂടി നമുക്ക് അവൈലബിൾ ആണ്, മെറ്റീരിയൽസും പാർട്സും അവൈലബിൾ ആണ്, സർവീസും കിട്ടും. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സർവീസും അവർ നല്ല കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ ഈ മെയിനായിട്ട് കേൾക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഡൈവേർട്ടറൊക്കെ ആയാലും ഷവറിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഫോഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. എന്താ സംഭവം? അത് ഡൈവേർട്ടറുകളിൽ തന്നെ നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. ഇതിൽ ഹൈ ഫ്ലോ വരുന്നതുണ്ട്, ലോ ഫ്ലോ വരുന്നതുണ്ട്. ലോ ഫ്ലോ സെറ്റിങ്സ്, ഹൈ ഫ്ലോ സെറ്റിങ്സ്, അതിനുള്ളിൽ വരുന്ന ഡൈൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഹൈ ഫ്ലോ സെറ്റിങ്സ് ആണ് ഇപ്പോൾ കൂടുതലും കമ്പനികൾ ഇറക്കുന്നത്. ലോ ഫ്ലോ സെറ്റിങ്സ് മാർക്കറ്റിൽ ഇങ്ങനെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഹൈ ഫ്ലോ സെറ്റിങ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോ ഫ്ലോ സെറ്റിങ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഷവറുകൾ, റെയിൻ ഷവർ പോലുള്ള വലിയ 24 സൈസിലൊക്കെ വരുന്ന വലിയ ഷവറുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ ലോ ഫ്ലോ സെറ്റിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവെ വെള്ളത്തിന് ചെറിയ ഇതുണ്ടോ, വെള്ളത്തിൻ്റെ ഫോഴ്സിന് നല്ല മാറ്റം ഉണ്ടാവും, സാരമായ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലോ സെറ്റിങ്സ് എടുക്കുന്നതാവും ബെറ്റർ. ഈ ലോ ഫ്ലോ ഒഴിവാക്കിയിട്ട് ഹൈ ഫ്ലോ സെറ്റിങ്സ് എടുക്കുന്നതാവും ബെറ്റർ. ഉള്ളിൽ വരുന്ന അത് നമുക്ക് അതിൻ്റെ ഇന്നർ പാർട്ട് വരുന്ന ഡൈവേർട്ടറിന് ഇന്നർ പാർട്ട് വരുന്നുണ്ടല്ലോ, ആ ഇന്നർ പാർട്ടാണ് ഈ ഹൈ ഫ്ലോ ആണോ ലോ ഫ്ലോ എന്ന് വരുന്നുണ്ട്. അത് കൂടുതലും നല്ല ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ ഹൈ ഫ്ലോ സെറ്റിങ്സ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും നല്ല ഹൈ ഫ്ലോ സെറ്റിങ്സ്, ലോ ഫ്ലോ സെറ്റിങ്സും വരുന്നുണ്ട്, അവർക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും ഹൈ ഫ്ലോ സെറ്റിങ്സാണ് വരുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ ബോഡി ജെറ്റുകളോ അല്ലെങ്കിൽ വലിയ റെയിൻ ഷവറുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ നമ്മൾ മറ്റേ പ്രഷർ മോട്ടർ വെക്കുക എന്നുള്ളത് മാത്രമാണ് നല്ലൊരു സൊല്യൂഷൻ. കാരണം
വലിയ ഷവറുകളും വലിയ ബോഡി ജെറ്റുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മറ്റേ പ്രഷർ പമ്പിൻ്റെ സാന്നിധ്യം നിർബന്ധമാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ വരില്ല. കാരണം റെയിൻ ഷവറുകളൊക്കെ ആകുമ്പോൾ വലിയ ഷവറുകൾ 24 സൈസിൽ വരുന്ന 2 സൈസിലൊക്കെ വരുന്ന റെയിൻ ഷവറുകൾ വരുന്നുണ്ട്. ഇതുപോലെയുള്ള ആ കാണുന്നതൊക്കെ റെയിൻ ഷവറുകളാണ്, വലിയ ഹെവി സൈസ് റെയിൻ ഷവറുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെയിൻ ഷവർ നമ്മൾ വെക്കുക എന്ന് പറയുമ്പോൾ അതിലേക്കൊക്കെ അതിന് എഫക്റ്റീവായിട്ട് എല്ലാ ഹോളിലൂടെയും വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ പമ്പും പ്രഷർ മോട്ടറുകളും മസ്റ്റാണ്. നമ്മൾ ആ ടൈപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ടൈപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്താ കയറാൻ വേണ്ടി വിളിച്ചത്. അത് ശരി, എവിടെ നിർത്ത് വർക്ക് സ്റ്റാർട്ട് ആയി കഴിഞ്ഞോ? ഓക്കെ, എന്തെങ്കിലും ആവശ്യങ്ങൾ അതേപോലെ ഞാനിതിൽ പ്രത്യേകിച്ച് ബ്രാൻഡുകളൊന്നും പറയുന്നില്ല. കാരണം ബ്രാൻഡുകളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ബ്രാൻഡുകൾ എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ശേഷം നമ്പർ കൊടുക്കേണ്ടി ബന്ധപ്പെടാം. കാരണം കുറേ ആളുകൾ കമൻറ്റ് അടിക്കുന്നുണ്ട്, ഒരു പ്ലംബർ ഷോറൂം പ്രൊമോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ കമ്പനിക്കാർ ഓരോ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ. സത്യത്തിൽ അതൊന്നുമല്ല. ഇതെല്ലാം എൻ്റെ സ്ഥാപനമാണ്. ഞാൻ ഇതുവരെ ഇട്ട ബ്ലോഗുകളെല്ലാം എൻ്റെ സ്ഥാപനമാണ്. എനിക്ക് ടൈൽസിൻ്റെ ഷോറൂമുണ്ട്, 7 ഷോറൂമുണ്ട് ടോട്ടൽ. എറണാകുളത്തുണ്ട്, പാലക്കാടുണ്ട്, പട്ടാമ്പി ഉണ്ട്, ഇനി പെരിന്തൽമണ്ണ അടുത്ത് ഓപ്പണാണ്. പിന്നെ അതേപോലെ എടവണ്ണ, പുത്തനത്താണി, കഞ്ഞിപ്പുര, വളാഞ്ചേരി ഷോറൂമുണ്ട്. ടൈൽസിൻ്റെ ഷോറൂമുണ്ട്, ലൈറ്റിൻ്റെ ഷോറൂമുണ്ട്, ഇലക്ട്രിക്കലിൻ്റെ ഷോറൂമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ, സിമെൻറ്റ്, അതേപോലെ മറ്റേ മാർബിൾ, ഗ്രാനൈറ്റ് എല്ലാ ഷോറൂമുകളുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സിൽവ എന്ന് പറഞ്ഞ കമ്പനിയിലെ ഒരു ഡയറക്ടറാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനോ അല്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. സാധാരണമായിട്ടുള്ള എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ വീട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. ആ കൺഫ്യൂഷൻ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മൂലം മറ്റുള്ളവർക്ക് അവരുടെ ടെൻഷനുകൾ ലഘൂകരിച്ച് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലക്ഷ്യത്തിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല സന്തോഷം. ഓക്കെ.